വെൽക്കം ബാക്ക് ടു ജിനോ ടെക് വ്ലോഗ്സ്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഷവോമിയുടെ കോമ്പാക്ട് ഫ്ലാഗ്ഷിപ്പ് കില്ലർ ഫോണായിട്ടുള്ള 70T എന്ന് പറഞ്ഞ ഫോണാണ്. അൺഫോർച്ചുനേറ്റ്ലി ഈ ഫോണിൻ്റെ ബോക്സും കാരണം നമുക്ക് കിട്ടിയിട്ടില്ല. ഈ ഒരു ഫോൺ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു അൺബോക്സിങ് എക്സ്പീരിയൻസ് എനിക്ക് തരാൻ പറ്റില്ല. മാത്രമല്ല ഈ ഒരു ഫോൺ നമുക്ക് തന്നിട്ടുള്ളത് നമ്മുടെ ജപ്പാൻ സ്ക്വയറിൽ നിന്നാണ്. സോ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ജപ്പാൻ സ്ക്വയർ കോൺടാക്ട് ചെയ്യാം. അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഷവോമി 17T കോ എഞ്ചിനീയർഡ് വിത്ത് ലൈക്ക എന്ന് പറയുന്ന ഈ ഒരു കോമ്പാക്ട് ഫോണിൻ്റെ പ്രൈസ് ഇപ്പോൾ വന്നിരിക്കുന്നത് 59,999 ആണ്. അതായത് അറൗണ്ട് 60,000 രൂപയാണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ഒരു നല്ല ഫോണായിട്ടാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. ബട്ട് മേ ബി ഒരു 2 വീക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഇതിൻ്റെ പ്രൈസ് കൂടാനാണ് ചാൻസ്. കാരണം അതിൻ്റെ പ്രൈസൊക്കെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പിന്നെ 12GB 256GB വേരിയൻ്റാണ് ഈ പറഞ്ഞ 59,999 എന്ന് പറഞ്ഞ പ്രൈസ്. വയലറ്റ്, ബ്ലൂ, ബ്ലാക്ക് എന്നീ 3 കളേഴ്സിലായിരിക്കും ഈ ഒരു ഫോൺ അവൈലബിൾ ആയിരിക്കുക. ജസ്റ്റ് സിമ്പിളായിട്ട് വയലറ്റ്, ബ്ലൂ, ബ്ലാക്ക് എന്നാണ് പേരിട്ടു. അല്ലാണ്ട് ഓഷ്യൻ ബ്ലൂ, മറ്റേ ബ്ലൂ, ഫോറസ്റ്റ് ബ്ലൂ, മിസ്റ്റി ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പേരിട്ട ആൾക്കാരെ കൺഫ്യൂഷൻ ആക്കിയിട്ടില്ല. വയലറ്റ്, ബ്ലൂ, ബ്ലാക്ക് അത്രേ ഉള്ളൂ. സോ കളേഴ്സ് എല്ലാം അടിപൊളിയാണ്. പിന്നെ ലുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഐഫോണിൻ്റെ തന്നെ ഫീലാണ് വരുന്നത്. 4 ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ക്യാമറ ആകുമ്പോൾ കുറച്ച് ഇങ്ങനെ പൊന്തിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിയൊക്കെ എല്ലാം അടിപൊളിയായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. നല്ലൊരു കോമ്പാക്ട് ഫോൺ തന്നെയാണ്. വെയിറ്റ് വരുന്നത് 200 ഗ്രാമാണ്. ഒരു മിഡ് റേഞ്ചുള്ള വെയിറ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ 8.17 mm ആണ് തിക്നെസ് വരുന്നത്. സോ ഇതൊക്കെയാണ് ഡിസൈൻ സൈഡ് എന്ന് പറയാനുള്ളത്. നമ്മൾ ഓൾറെഡി 17 സീരീസിൽ കണ്ടിരിക്കുന്ന ആ ഒരു സെയിം ഡിസൈൻ പാറ്റേൺ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു ഫോണിന്റെ ക്യാമറ പെർഫോമൻസ് കൂടുതലും ആ ഒരു ക്യാമറ സെഗ്മെന്റിൽ പറയാം. ഇപ്പോൾ തൽക്കാലം ഇതിന്റെ നോർമൽ പെർഫോമൻസിനെ പറ്റി സംസാരിക്കാം. ഇതിൽ വന്നിരിക്കുന്ന പ്രോസസർ നമ്മുടെ ഡയമൻസിറ്റിയുടെ 8500 അൾട്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസറാണ്. സോ ഈ ഒരു പ്രോസറിനെ പറ്റി പറയുമ്പോൾ ഇതൊരു ഹൈ എൻഡ് പ്രോസറും അല്ല, ലോ എൻഡ് പ്രോസറും അല്ല. അതായത് നമുക്കറിയാം ഡയമൻസിറ്റിയുടെ ഹൈ എൻഡ് എന്ന് പറയുന്നത് 9000 സീരീസ് ആണ്, എന്നാൽ ഇത് 8000 സീരീസ് ആണ്. എന്നാൽ അവർക്ക് 7000 സീരീസ് ഉണ്ട്. ഇപ്പോൾ സ്നാപ്ഡ്രാഗണിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 7 സീരീസ്, 8 സീരീസ്, അതിൻ്റെ ഇടയിൽ വേറെ സീരീസ് ഇല്ല. പക്ഷേ ഇവർക്ക് 7000 സീരീസ്, 8000 സീരീസ്, 9000 സീരീസ് എന്ന് പറഞ്ഞിട്ടുള്ള 3 സെഗ്മെൻ്റ് ആണ്. അപ്പോൾ 9000 സീരീസിൻ്റെയും 7000 സീരീസിൻ്റെ ഇടയിൽ ഇവർക്കൊരു സെഗ്മെൻ്റ് ഉണ്ട് ഡയമൻസിറ്റിക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹൈ പെർഫോമൻസ് ഫോണും അല്ല, എന്നാൽ ഇതൊരു ലോ പെർഫോമൻസ് ഫോണും അല്ല. ഇതിൻ്റെ മിഡിൽ നിൽക്കുന്ന ഒരു ഫോണാണ്. അതായത് ഒരു സാധാരണക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു പെർഫോമൻസ് ഫോണാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഗെയിമും കളിക്കില്ല, അത്യാവശ്യം ക്യാമറ പെർഫോമൻസ് വേണം, അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു ചിപ്സെറ്റ് അടിപൊളിയാണ്. ഡയമൻസിറ്റിയുടെ 8500 അൾട്ര. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന ഗ്രാഫിക്സ് നോക്കുകയാണെങ്കിൽ മാലി എന്ന് പറഞ്ഞ ടീമിൻ്റെയാണ് ഡയമൻസിറ്റി കൊടുക്കാറ്. മാലി G720 MC8 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രാഫിക്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ NP ആയിട്ട് വന്നിരിക്കുന്നത് 880 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിപ്സെറ്റ് ആണ്. സോ പെർഫോമൻസ് വൈസ് എനിക്ക് യൂസ് ചെയ്തിട്ട് വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. ഞാൻ ഗെയിമിംഗ് വളരെ ലോങ് ടൈമിലേക്കൊന്നും യൂസ് ചെയ്തിട്ടില്ല. കുറച്ച് നേരത്തേക്ക് യൂസ് ചെയ്തപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ടുകൾ എനിക്ക് കിട്ടി. സോ ഇതൊരു വേറെ ലെവൽ ഗെയിമിംഗ് ഫോണാണെന്ന് പറയാൻ പറ്റില്ല, ബട്ട് അത്യാവശ്യം പെർഫോമൻസ് ഉള്ള ഒരു ഗെയിമിംഗ് ഇത് വെച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ക്യാമറ പെർഫോമൻസ് നോക്കുമ്പോഴും ഈ ഒരു ചിപ്സെറ്റ് നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ UFS 4.1 സപ്പോർട്ട് വരുന്നുണ്ട്. LPDDR5X റാമിൻ്റെ സപ്പോർട്ടാണ് വരുന്നത്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് വേരിയൻ്റായിട്ട് നമുക്ക് 12GB 256GB തൊട്ടിട്ട് വരുന്നുണ്ട്. ഇനി ഡിസ്പ്ലേ സൈഡ് നോക്കുകയാണെങ്കിൽ 6.59 ഇഞ്ച് സൈസ് വരുന്ന ഒരു AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 7i പ്രൊട്ടക്ഷൻ ഇതിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട 120 Hz റിഫ്രഷ് റേറ്റ്, 3500 Hz പീക്ക് ബ്രൈറ്റ്നസ് തുടങ്ങിയിട്ടുള്ള HDR10+ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പരിപാടികൾ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. 3840 Hz PWM ഡിമ്മിങ് എല്ലാ പരിപാടിയും നമുക്ക് ഒരുവിധം വരുന്നുണ്ട്. സോ അത്യാവശ്യം ബെസലും കമ്പാരിറ്റീവ്ലി ചെറു തന്നെയാണ്. 1.5K റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. TUV റെയിൻലാൻഡ് ഐ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ മഴ പെയ്ത് കഴിഞ്ഞാൽ വെറ്റ് ടച്ച് ടെക്നോളജിക്ക് ഇതിൽ വരുന്നുണ്ട്. സോ മഴ പെയ്ത് നനഞ്ഞാലും നമുക്ക് ഫോൺ വേണമെങ്കിൽ അത്യാവശ്യം യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ഡോൾബി വിഷൻ്റെ സപ്പോർട്ടും ഈ ഒരു ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. സോ ഡിസ്പ്ലേ സൈഡ് നിന്നൊക്കെ അത്യാവശ്യം സെറ്റാണ്. ഈ ഒരു ഫോണിന്റെ ബാറ്ററി ബാക്കപ്പിനെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് 6500 mAh ഒരു ഹൈ ഡെൻസിറ്റി സിലിക്കൺ കാർബൺ ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. അത്യാവശ്യം ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു ബാറ്ററി ലൈഫ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. 50 വാട്ടിന്റെ PPS സപ്പോർട്ട് വരുന്നുണ്ട്. 22.5 വാട്ടിന്റെ റിവേഴ്സ് ചാർജിങ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഐഫോണിലെ ചങ്കിനൊക്കെ വിളിച്ചിട്ട് ഇതിൽ വേണമെങ്കിൽ പറഞ്ഞോ, ഇതിൽ വേണമെങ്കിൽ ചാർജ് ചെയ്തോന്ന് പറഞ്ഞു. കാരണം അവരുടെ ഫുൾ ത്രോട്ടിൽ ചാർജ് ആവും. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഐഫോൺ അല്ല, മുന്നത്തെ ഐഫോണൊക്കെ 22.5 ആണല്ലോ അതിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും. സോ അങ്ങനെ 22.5 ഒക്കെ ഉള്ള ഫോൺ നമുക്ക് ഈസി ആയിട്ട് ഇതിൽ ഫുൾ ത്രോട്ടിൽ ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രത്യേകത. സോ ഷവോമിയുടെ ഒരു പ്രത്യേകതയാണ് റിവേഴ്സ് ചാർജിങ് എപ്പോഴും അടിപൊളിയായിരിക്കും. സോ കമ്പാരിറ്റീവ്ലി വിവോ അങ്ങനത്തെ ബ്രാൻഡുകൾ നോക്കുമ്പോൾ റിവേഴ്സ് ചാർജിങ് എപ്പോഴും സൂപ്പറാണ്, ഒന്നും പറയാനില്ല. സോ ഇതാണ് ബാറ്ററി കേസ് വരുന്നത്. സോ അത്യാവശ്യം നല്ല പെർഫോമൻസ് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഗെയിമിംഗ് ആൻഡ് വീഡിയോ എടുക്കുന്ന സമയത്ത് ബാറ്ററി ബാക്കപ്പ് കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട്. അതർവൈസ് ബാറ്ററി ബാക്കപ്പ് അടിപൊളി തന്നെയാണ്. ഈ ഒരു ഫോണിന്റെ മറ്റ് പ്രത്യേകത നോക്കുകയാണെങ്കിൽ നമുക്ക് ഷവോമിയുടെ ഹൈപ്പർ AI എന്ന് പറഞ്ഞുള്ള പരിപാടി വരുന്നുണ്ട്. വീഡിയോ എഡിറ്റിംഗ് പരിപാടിയൊക്കെ അടിപൊളിയാണ്. പിന്നെ മറ്റ് ടാസ്കുകൾ ചെയ്യാനും ആ ഒരു AI പരിപാടി അടിപൊളിയാണ്. പിന്നെ അതുപോലെ തന്നെ അതിൽ OS എക്സ്പീരിയൻസ് നമുക്ക് ഷവോമിയുടെ ഹൈപ്പർ OS 3 ആണ് വരുന്നത്. സോ കമ്പാരിറ്റീവ്ലി വിവോ ഓപ്പോ ഒക്കെ നോക്കുമ്പോൾ കുറച്ചുകൂടി നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് തരുന്ന ഒരു ബ്രാൻഡായിട്ടാണ് എനിക്ക് ഷവോമിന് തോന്നിയിട്ടുള്ളത്. പണ്ടൊക്കെ നല്ല ബഗ്ഗായിരുന്നു, പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി. കാണാനും അത്യാവശ്യം വലിയ കുഴപ്പമില്ല. ഫോണ്ടുകളാണെങ്കിലും അടിപൊളിയാണ്. ബാക്കി UI ഒക്കെ നോക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഫീൽ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഷവോമിയുടെ
3D ഐസ് ലൂപ്പ് എന്ന് പറയുന്ന ഒരു കൂളിംഗ് ടെക്നോളജി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫോൺ ഹീറ്റ് ആവുന്നത് വളരെ റെയർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റാണ് നമുക്കിത് വരുന്നത്. അതുപോലെ തന്നെ AI ഫേസ് ലോക്ക് എന്ന് പറഞ്ഞൊരു ഫേസ് ലോക്ക് പരിപാടി വരുന്നുണ്ട്. അത് അടിപൊളിയാണ്. NFC വരുന്നുണ്ട്. അതുപോലെ തന്നെ IP68 റേറ്റിംഗ് ആണ് പ്രൊട്ടക്ഷൻ ആയിട്ട് വരുന്നത്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഫോണിൽ പറയാനുള്ളത്. മറ്റ് ഫീച്ചേഴ്സ് നമുക്ക് ഇനി ക്യാമറ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു 3 ക്യാമറ സെറ്റപ്പാണ് റിയർ സൈഡിൽ വരുന്നത്. പക്ഷേ ഇവിടെ 4 ക്യാമറ സെറ്റപ്പ് ഉള്ള പോലെ തോന്നും. ഈ കാണുന്നത് ഒരു ഡെമ്മി ക്യാമറയാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇനി ഒരു പക്ഷേ ഇവർ ചിലപ്പോൾ വല്ല സെൻസറുകൾ ഇതിനോട് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ അങ്ങനെ അറിയാണ്ട് കൂടുതൽ പറഞ്ഞാൽ ശരിയല്ലോ. എന്തായാലും കാണുമ്പോൾ ഇതൊരു ക്യാമറ സെൻസർ അല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി വേറെ എന്തെങ്കിലും ലൈറ്റ് സെൻസറോ അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് അറിയില്ല. മേ ബി അതായിരിക്കാം. പിന്നെ ഈ കാണുന്ന ഒരു ക്യാമറ അല്ല, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ സെൻസറുകളുണ്ട്. അപ്പോൾ ബാക്കി 3 ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. ഫസ്റ്റ് ക്യാമറ നോക്കുകയാണെങ്കിൽ 50 മെഗാപിക്സലിൻ്റെ OIS സപ്പോർട്ടുള്ള ഒരു മെയിൻ ക്യാമറ, വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും സൂപ്പറാണ്. സെക്കൻഡ് ക്യാമറ എന്ന് പറയുന്നത് 5x ടെലിഫോട്ടോ ലെൻസാണ്. ആലോചിക്കണം, 5x ആണ്. Vivo X300ലും ഒപ്പം 5X9 അൾട്രയിലൊക്കെ നോക്കുമ്പോൾ 3.7x ഉള്ളൂ. പക്ഷേ ഇതിൽ 5x ടെലിഫോട്ടോ ഉണ്ട്. നമ്മുടെ 15 Pro Maxലും 16 Pro Maxലൊക്കെ വന്നിരുന്ന ആ ഒരു 5x പോലെയുള്ള ഒപ്റ്റിക്കൽ ഡിസ്റ്റൻസ് കിട്ടുന്ന 5x ലെൻസിലുണ്ട്. അത് അടിപൊളിയായിട്ട് തോന്നി. അതിലെടുക്കുന്ന ഫോട്ടോസും വീഡിയോസും മാരക ക്വാളിറ്റി ആണെന്നും പറയാനില്ല. പക്ഷേ 5x ആയതുകൊണ്ട് കുറച്ച് അകലെ പോയിട്ട് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കേണ്ടി വരുന്നതാണ് അവിടുത്തെ ഒരു നെഗറ്റീവ്. അതൊന്നും നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ നമുക്ക് അകലെയുള്ള സാധനങ്ങൾ എടുക്കാനായിട്ട് അടിപൊളിയാണ്. എല്ലാത്തിനും ഒരു പ്രശ്നമുണ്ട്, നല്ല വശമുണ്ട്. പിന്നെ വരുന്നത് 12 മെഗാപിക്സലിൻ്റെ അൾട്രാവൈഡാണ്. നമസ്കാരം, 12 മെഗാപിക്സൽ കൊടുത്തല്ലോ, 8 മെഗാപിക്സൽ കൊടുക്കാണ്ട്. 8 മെഗാപിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ 4K പോലും എടുക്കാൻ പറ്റില്ലേ. ഇതിൽ 12 മെഗാപിക്സൽ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് 4K എടുക്കാൻ പറ്റുന്നുള്ളൊരു ആശ്വാസമുണ്ട്. പക്ഷേ നൈറ്റിൽ വൈഡ് പെർഫോമൻസ് ഒക്കെ വളരെ ഷോക്കാണ്. ഡേ ടൈമിൽ നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് 4K നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഇതിൽ വൈഡ് ലെൻസ് വെച്ചിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. സോ ഇതൊക്കെയാണ് റിയർ സൈഡിലെ ക്യാമറ വരുന്നത്. മാക്സിമം നമുക്ക് 4K 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ നമുക്ക് 32 മെഗാപിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറയാണ് നമുക്ക് ഇതിൽ വരുന്നത്. അതിൽ നമുക്ക് അത്യാവശ്യം നല്ല സെൽഫി ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നുണ്ട്. 4K 30 FPS സപ്പോർട്ടാണ് വരുന്നത്. ഇനി നമുക്ക് കൂടുതൽ വീഡിയോ സാമ്പിൾസും ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടിട്ട് സംസാരിക്കാം. ഗൈസ്, ഇതാണ് നമ്മുടെ Xiaomi 17Tയുടെ ഫ്രണ്ട് ക്യാമറ എടുക്കുന്ന വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത്. സോ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ അടിപൊളിയായിട്ട് തോന്നി. കണ്ട, ഞാനിങ്ങനെ ജസ്റ്റ് ഷെയ്ക്ക് ചെയ്യുമ്പോൾ ഒരു സ്പ്രിങ്ങിൽ കിടന്നിട്ട് ഇങ്ങനെ ആവണ പോലെ തോന്നുന്നത്. സോ ഇതാണ് ഫ്രണ്ട് ക്യാമറ ക്വാളിറ്റി. നല്ല ഡൈനാമിക് റേഞ്ചൊക്കെ പിടിക്കാൻ നോക്കുന്നുണ്ട്. കൊള്ളാട്ടോ ഫ്രണ്ട് ക്യാമറ. 4K 30 FPS മാത്രം മാക്സിമം എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് HD 60 FPS എടുക്കാൻ പറ്റും. ഇതിപ്പോൾ HD 60 FPS എടുത്ത ഫുട്ടേജാണ്. വൈഡ് ക്യാമറയിൽ ആക്ച്വലി 4K റെസൊല്യൂഷനിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ 4K 30 FPSന് സപ്പോർട്ടുള്ളൂ. 4K 60 FPSന് സപ്പോർട്ടില്ല. വൈഡ് ക്യാമറ ആണെങ്കിലും 12 മെഗാപിക്സലുള്ളതുകൊണ്ടാണ് ഈ 4K വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൽ കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഈ കാണുന്ന വീഡിയോ Xiaomi 17Tയുടെ 5x ടെലിഫോട്ടോ ലെൻസിൽ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലൊരു സൂംഡ് വീഡിയോ ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഇതിൻ്റെ സൂമിങ് ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്യാം. നേരത്തെ ആയിരുന്നു 0.6, ഇപ്പോൾ 1x ആയി, 2x, ഇപ്പോൾ 5x ഇപ്പോൾ നല്ലൊരു ക്വാളിറ്റി വന്ന് കാണാൻ പറ്റും. പിന്നീട് അവിടെ നിന്ന് സൂം ചെയ്ത് നമുക്ക് 15x വരെ വീഡിയോ എടുക്കാൻ പറ്റും കേട്ടോ. നൈസാണേ, നൈസ് വീഡിയോ ക്വാളിറ്റി കേട്ടോ. അപ്പോൾ നമ്മൾ കാണുന്നത് ഫ്രണ്ട് ക്യാമറയിൽ എടുക്കുന്ന പോർട്രേറ്റ് വീഡിയോ ആണ്. ഇതിൽ ആക്ച്വലി പോർട്രേറ്റ് വീഡിയോ എന്നല്ല അതിൻ്റെ പേര്. ഇതിൽ നമുക്ക് ബൊക്കെ എന്ന് പറയുന്ന ആ ഒരു വാല്യൂ ആണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക ഈ Xiaomi ഫോണുകളിൽ. അപ്പോൾ ബൊക്കെ വാല്യൂ നമുക്ക് 0.95 വരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കണ്ടില്ലേ, ഭയങ്കര ബ്ലറായിട്ടുണ്ട്. പിന്നെ എന്താ ഒരു ചെറിയൊരു നെഗറ്റീവ് എന്ന് വെച്ചാൽ ഈ ബൊക്കെ എഫക്റ്റ് ഇടുന്ന സമയത്ത് നമുക്ക് ചെറിയ രീതിയിൽ ഇവിടെയൊക്കെ ഒരു ചെറിയ ഡാർക്ക്നെസ് വരുന്നുണ്ട്. മറ്റേ നോർമൽ വീഡിയോ എടുക്കുമ്പോഴുള്ള പോലത്തെ ഒരു ഡൈനാമിക് റേഞ്ചിൽ വരുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഒരു പക്ഷേ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ വരും കേട്ടോ. ലൈവായിട്ട് കാണുമ്പോഴുള്ള പ്രശ്നം പറഞ്ഞത് പിന്നെ ഞാൻ നിൽക്കുന്ന ഏരിയ അങ്ങനത്തെ ഒരു ഏരിയ ആണ്. കണ്ട, ഇവിടെ ഇപ്പോൾ കുറച്ചുകൂടി ബെറ്ററായി. ഞാൻ ലൈറ്റ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്ന പോലത്തെ ഒരു ഫീൽഡിലൊരു ഏരിയ നിൽക്കണം. ആക്ച്വലി ലൈറ്റ് സോഴ്സ് ആ സൈഡിൽ നിന്നാണ് വരുന്നത്. പക്ഷേ പുറകിൽ ആകാശം ആയതുകൊണ്ട് അവിടെയും ലൈറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ലൈറ്റിംഗ് കണ്ടീഷൻ ആയതുകൊണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ബൊക്കെ എഫക്റ്റ് കിട്ടുന്ന ഒരു വീഡിയോ കേട്ടോ. സോ ഓവറോൾ ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് നോക്കുമ്പോൾ ഡീസൻ്റ് ആണ്. പ്രത്യേകിച്ച് ആ ഒരു 5x എടുക്കുന്ന പോർട്രേറ്റ് ഫോട്ടോസൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ Xiaomiയുടെ ആ ഒരു ലൈക്കയുടെ ആ ഒരു കളർ ടോൺ അറിയാം. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവർ കൂടുതലും ഈ ഒരു ഫോൺ പ്രിഫർ ചെയ്യും. പിന്നെ സൂമിങ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ 120x സൂമിങ് സപ്പോർട്ട് വരുന്നുണ്ട്. പക്ഷേ 120x എടുക്കുന്ന ഫോട്ടോസൊക്കെ ഭയങ്കര AI പ്രോസസിങ് പോലെയാണ്. AI പ്രോസസിങ് ഇല്ല എന്ന് പറയുന്ന പോലെ, അതായത് ഭയങ്കര ലോ ക്വാളിറ്റി വിഷ്വൽസ് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 60x എടുക്കുന്ന ഫോട്ടോസ് അത്യാവശ്യം ഡീസൻ്റായിട്ട് കിട്ടുന്നുണ്ട്. 120x മാക്സിമം അവർ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. നല്ല ലൈറ്റിംഗ് കണ്ടീഷനിലൊക്കെ അത് കുറച്ച് മോശമാണ്.
പിന്നെ ബാക്കിയെല്ലാം ഒരു ഇത് കുഴപ്പമില്ല. റിയർ ക്യാമറ വീഡിയോ ആണെങ്കിലും ഫ്രണ്ട് ക്യാമറ വീഡിയോ ആണെങ്കിലും ഫോട്ടോസ് ആണെങ്കിലും എല്ലാം സെറ്റാണ്. ഫ്രണ്ട് ക്യാമറ സെൽഫി ആണെങ്കിൽ സെറ്റാണ്. പിന്നെ നിങ്ങളും ഈ പറഞ്ഞ മാതിരി ഫോൺ ടെസ്റ്റ് ചെയ്തതിന് ശേഷം എടുക്കുക. ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടുന്ന പോലെ ആയിരിക്കില്ല മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുക. നമ്മൾ ഫോൺ റെക്കമെൻഡ് ചെയ്തതിന് ശേഷം ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നിങ്ങൾക്ക് സാറ്റിസ്ഫൈങ് ആയി വരില്ല. അപ്പോൾ നിങ്ങൾ തന്നെ സ്വയം ടെസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. ഇതാണ് എൻ്റെ ടെസ്റ്റിലെ റിസൾട്ടുകൾ. ബെറ്റർ ആയിട്ടുള്ളൊരു ക്യാമറ പെർഫോമൻസിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വലിയൊരു കുഴപ്പം എനിക്ക് ക്യാമറ സൈഡിൽ നിന്ന് ഫീൽ ചെയ്തില്ല കേട്ടോ. 5x ടെലിഫോട്ടോ ലെൻസിൽ എടുക്കുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ അത്യാവശ്യം സെറ്റാണ്. പിന്നെ ആൻഡ്രോയിഡിൻ്റെ ഫോട്ടോസും വീഡിയോസിലും കാണുന്നതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ അത് ഓഫ്കോഴ്സ് ഇതിലും വരുന്നുണ്ട്. അതല്ലാതെ വർത്തിച്ച് വേറെ ഒന്നും കാണുന്നില്ല. സോ ഇതാണ് ക്യാമറ സാമ്പിൾ ടെസ്റ്റ് കേട്ടോ. സോ ഫൈനലി എല്ലാ സ്പെക്കും ക്യാമറ എൻ്റെ വീഡിയോ സാമ്പിൾസ് കണ്ടതിന് ശേഷം ഈ ഒരു ഫോണിന് എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള നെഗറ്റീവ്സ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഗൈസ്. കാരണം എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഡിസ്പ്ലേ സൈഡ് നോക്കിയാണ്, പെർഫോമൻസ് സൈഡ് നോക്കിയാണ്, ബാറ്ററി സൈഡ് നോക്കിയാണ്, ക്യാമറ സൈഡ് നോക്കിയാണ്. ക്യാമറയിൽ നമുക്ക് 4K 120 FPS ഇല്ല എന്നാണ് ഒരു പ്രശ്നം തോന്നിയത്. പക്ഷേ വീഡിയോയിൽ പക്ഷേ 4K 120 FPS ഒക്കെ സ്മൂത്തായിട്ട് എടുക്കാനൊന്നും ആൻഡ്രോയിഡ് ഫോണുകൾക്ക് പറ്റില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിന് ഐഫോൺ തന്നെ വേണം. മറ്റേ അൾട്രകളിലൊക്കെ പറ്റും. പക്ഷേ നോർമൽ ഫോണുകളൊക്കെ എപ്പോഴും ഒരു സ്റ്റക്ക് വരും 120 FPS എടുക്കുമ്പോൾ. അതിന് നല്ലതായി കൊടുക്കാതിരിക്കുക. 4K 60 FPS ഇനഫാണ്, സെറ്റാണ്. ഫ്രണ്ട് ക്യാമറ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. സോ ഓവറോൾ വലിയ നെഗറ്റീവ്സ് ഒന്നും പറയാനില്ല. പിന്നെ LTP ഡിസ്പ്ലേ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതൊരു കുറവായിട്ട് തോന്നി. ബാക്കി എല്ലാം കൊണ്ടും സെറ്റാണ് ഡേ. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഷവമി. ബാക്കി പെർഫോമൻസ് ഒക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ പെർഫോമൻസ് ഞാൻ പറഞ്ഞല്ലോ, ഒരു 60,000 രൂപയ്ക്ക് ഇപ്പോൾ കിട്ടുന്ന ചിപ്സെറ്റ് വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ്. കാരണം 60,000 രൂപയ്ക്ക് ഇപ്പോൾ കിട്ടുന്ന ചിപ്സെറ്റ് ഡയമണ്ട്സിയുടെ 9,000 ഒന്നും ഇപ്പോൾ കിട്ടാറില്ല. അതുകൊണ്ട് വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ്. ചില ഫോണുകളുണ്ട് റയറായിട്ട്, പക്ഷേ ബാക്കി സെറ്റാണ്. സോ ഷവമിയുടെ ഫോൺ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ 60,000 രൂപ ബഡ്ജറ്റിലൊന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിത്തൗട്ട് എനി സെക്കൻഡ് ഔട്ട് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, പല ഫോണുകളും എൻ്റെ പേഴ്സ്പെക്റ്റീവിലാണ് ഞാൻ നല്ലതെന്ന് പറയണത്. എന്നിരുന്നാലും നിങ്ങൾ കണ്ണും പൂട്ടി പോയിട്ട് ഫോൺ എടുക്കരുത്. കണ്ണും പൂട്ടി എടുത്തോന്നൊക്കെ വീഡിയോയിൽ പറയുമെങ്കിലും നിങ്ങളുടെ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് കണ്ണും പൂട്ടി പോയി എടുക്കരുത്. ഫോൺ നല്ലോണം യൂസ് ചെയ്യണം. വേണമെങ്കിൽ സർവീസ് സെൻറ്ററിൽ ഈ ഇവിടെ പോയിട്ട് കടയിൽ പോയിട്ട് കാലത്തൊരു പ്രാവശ്യം ടെസ്റ്റ് ചെയ്യുക, ഉച്ചയ്ക്ക് ടെസ്റ്റ് ചെയ്യുക, ഈവനിങ് ടെസ്റ്റ് ചെയ്യുക. ഇങ്ങനെ 3 ടെസ്റ്റ് നടത്തിയിട്ട് നിങ്ങൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ഫോൺ മേടിക്കുക. ഫ്രണ്ട്സിൻ്റെ കയ്യിൽ സെയിം ഫോൺ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് നോക്കുക. പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ പറ്റുവാണെങ്കിൽ പെർഫോമൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ചെയ്യുക. നിങ്ങൾ കടയിലെ ഡെമോ പീസിൽ പോയിട്ട് ഗെയിമൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കളിച്ച് നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ അടുത്തുണ്ടെങ്കിൽ അതൊന്ന് തപ്പിപ്പിടിച്ച് പോയിട്ട് അതൊന്നും ചെയ്ത് നോക്കുക. എന്നിട്ട് ശേഷം മാത്രം ഫോൺ വാങ്ങിക്കുക. എന്നെ സംബന്ധിച്ച് ഫോണിന് യാതൊരു നെഗറ്റീവ്സും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാര്യമായിട്ടുള്ള വളരെ സില്ലി ആയിട്ടുള്ള നെഗറ്റീവ്സ് ഉള്ളൂ. ഫോട്ടോസൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി നൈറ്റ് ഫോട്ടോഗ്രാഫി ഒക്കെ നല്ല അടിപൊളിയാണ്. ഓവർ പ്രോസസിംഗ് ഒന്നുമില്ല, ഓവർ പ്രോസസിംഗ് ടൈമും വരുന്നില്ല. നല്ല പക്ക എഡ്ജ് ഡിറ്റക്ഷൻ, 5x സൂമിൽ എടുക്കുന്ന ഫോട്ടോസൊക്കെ അടിപൊളിയാണ്. സോ അതാണ് ഈ ഒരു ഫോണിനെ പറ്റി പറയാനുള്ളത്. സോ ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ഥലം മറക്കണ്ട. നമ്മുടെ ജപ്പാൻ സ്കോറിൽ കോൺടാക്ട് ചെയ്യാം. ലൈറ്റ് അടിച്ച് പോയാലും ജപ്പാൻ സ്കോറിൽ കോൺടാക്ട് ചെയ്യുക. അവരുടെ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കാം. അടുത്തൊരു വീഡിയോ കാണാതിരിക്കും. ബൈ. ജിനോ ടെക് വ്ളോഗ്സ്. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. പേജ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കാരണവശാൽ വീഡിയോ കുറച്ച് ലാഗ് ആയാലും നമ്മളെല്ലാ ഫോണുകളും റിവ്യൂ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അത്ര ഉള്ളൂ ഗൈസ്. ബൈ.